സാനു മീഡിയയിലേക്ക് സ്വാഗതം. പ്രൈമറി ക്ലാസ്സുകളിൽ ഗണിതശാസ്ത്ര പഠനത്തിന് ഉപകരിക്കുന്ന ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയറിനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. കമ്പ്യൂട്ടർ ഇല്ലാത്തതിനാൽ പലർക്കും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കാവുന്ന ജിയോജിബ്ര ആപ്പിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ജിയോജിബ്ര ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. മുകളിലുള്ള സെർച്ച് ബാറിൽ ജിയോജിബ്ര ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിൽ നാലാമതായിട്ട് കാണുന്ന 5 കുത്തുകളോട് കൂടിയ ഐക്കൺ സെലക്ട് ചെയ്യുക. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വളരെ ചെറിയ ഒരു ആപ്പാണ്. ഏതാനും സെക്കൻഡ് കൊണ്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഉബുണ്ടുവിൽ കണ്ടുപരിചയിച്ച ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയറിൻ്റെ മൊബൈൽ ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്സിസും ഗ്രിഡും എല്ലാം ഇതിലുണ്ട്. പക്ഷേ നമുക്ക് ടൂളുകളൊന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. നമുക്ക് ആദ്യം ഈ ആക്സിസ്, ഗ്രിഡ് എന്നിവ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി വലതുവശത്ത് മുകളിലായി കാണുന്ന സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഷോ ആക്സിസ്, ഷോ ഗ്രിഡ് എന്നിങ്ങനെയെല്ലാം ഇതിൽ എഴുതിയിരിക്കുന്നത് കാണാം. ഷോ ആക്സിസ് എന്ന് എഴുതിയതിന് വലതുഭാഗത്തായി ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നമ്മൾ ഇടത്തോട്ട് നീക്കി ഓഫ് ചെയ്താൽ ഇതിലെ ആക്സിസുകൾ പോയതായി കാണാം. ഇനി ഷോ ഗ്രിഡ് എന്നതിൻ്റെ വലതുവശത്തുള്ള സ്വിച്ച് ഓഫ് ചെയ്താൽ ഗ്രിഡുകൾ പോയതായും കാണാം. ആക്സിസും ഗ്രിഡും തിരിച്ചു വരണമെങ്കിൽ ഈ സ്വിച്ചുകൾ ഓണാക്കിയാൽ മതി. മുകളിലുള്ള സെറ്റിംഗ്സ് അടയാളത്തിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കാൽക്കുലേറ്ററിൻ്റെ ചിത്രവും നടുക്കായിട്ട് ഒരു വൃത്തവും ത്രികോണവും ചേർന്ന രൂപവും കാണാം. നമ്മൾ ഈ വൃത്തവും ത്രികോണവും ചേർന്ന ഈ രൂപത്തിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ടൂളുകൾ പ്രത്യക്ഷപ്പെടും. മൂവ് ടൂൾ, പോയിന്റ് ടൂൾ, സ്ലൈഡർ, ഇന്റർസെക്റ്റ് ടൂൾ. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ സെലക്ട് ഒബ്ജക്റ്റ് ടൂൾ, മൂവ് ഗ്രാഫിക് വ്യൂ, ഡിലൈറ്റ് ബട്ടൺ, ഷോ ഹൈഡ് ലേബൽ, ഷോ ഹൈഡ് ഒബ്ജക്റ്റ് എന്നീ ബട്ടണുകളും കാണാൻ കഴിയും. വീണ്ടും താഴേക്ക് പോയാൽ ആംഗിൾ ബട്ടൺ, ഡിസ്റ്റൻസ് ഓർ ലെന്ത്, ഏരിയ ബട്ടണുകൾ കാണാം. അതിനും വീണ്ടും താഴേക്ക് പോയാൽ ട്രാൻസ്ഫോം, റിഫ്ലക്റ്റ് അബൌട്ട് ലൈൻ, റിഫ്ലക്റ്റ് അബൌട്ട് പോയിന്റ്, ട്രാൻസ്ലേറ്റ് ബൈ വെക്ടർ എന്നീ ടൂളുകളും കാണാം. വീണ്ടും നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ മിഡ് പോയിന്റ് ഓർ സെന്റർ, perpendicular line, perpendicular bisector, parallel line, angle bisector, tangents. വീണ്ടും താഴേക്ക് പോയാൽ ലൈൻ ടൂളുകളാണ് കാണാൻ കഴിയുന്നത്. സെഗ്മെന്റ്, ലൈൻ, റേ, വെക്ടർ എന്നിവ. വീണ്ടും താഴേക്ക് പോയാൽ ലൈൻ ടൂളുകൾ കാണാൻ കഴിയുന്നു. സെഗ്മെന്റ്, ലൈൻ, റേ, വെക്ടർ. വീണ്ടും താഴേക്ക് പോയാൽ സർക്കിൾസ്, കോമ്പസ്, സെമി സർക്കിൾ എന്നിങ്ങനെ കാണാം. പോളിഗൺ, റെഗുലർ പോളിഗൺ, വെക്ടർ പോളിഗൺ, റിജിഡ് പോളിഗൺ എന്നിവയും കാണാം. ഇനി സർക്കിൾ, കോമ്പസ്, സെമി സർക്കിൾ തുടങ്ങിയ സർക്കിൾ സംബന്ധമായിട്ടുള്ള ടൂളുകളും കാണാൻ കഴിയുന്നു. നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുന്ന ഏകദേശം എല്ലാ ടൂളുകളും തന്നെ ഈ മൊബൈൽ വേർഷനിലും ഉണ്ട്. ഇനി നമുക്ക് 1-2 ടൂളുകൾ പരിചയപ്പെടാം. മൂവ് ടൂൾ ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ സ്ക്രീനിന് മുകളിലായിട്ട് വിരൽ ചേർത്തുകൊണ്ട് മുകളിലേക്കോ താഴേക്കോ എങ്ങോട്ട് വേണമെങ്കിലും ചലിപ്പിക്കാൻ കഴിയും. ഇനി ഈ പോയിന്റ് ടൂളിൽ ക്ലിക്ക് ചെയ്താലോ നമ്മൾ എവിടെ തൊട്ടോ അവിടെയെല്ലാം ഓരോ പോയിന്റ് വരും. സെഗ്മെന്റ് ടൂള് വരയ്ക്കാൻ കഴിയുന്നു. ഇനി ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം.
ദാ ഈ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ അവ ഡിലീറ്റ് ആവുന്നതാണ്. ലൈൻ ടൂൾ ടച്ച് ചെയ്തു, ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് ഇട്ടു, അതിനുശേഷം അടുത്ത പോയിന്റ് എവിടെയാണ് ഇടുന്നത് അതിലൂടെ ഒരു ലൈൻ പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ പോലെ ഈ ടൂളുകളെല്ലാം മൊബൈലിൽ ഉപയോഗിച്ച് നമുക്ക് ഗണിതശാസ്ത്രം നന്നായിട്ട് പഠിക്കാൻ കഴിയും. മേൽ പറഞ്ഞ പ്രകാരം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ തൽക്കാലം വിട. ഗുഡ് ബൈ.